ശ്രീ പിണറായി വിജയന്റെ തനി സ്വഭാവം അടുത്തിടെ വീണ്ടും പുറത്തുവന്നു. ഒരാളുടെ തനി സ്വഭാവം മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയുമാണ്. ഒരാളുടെ ചിന്തയും മനോഭാവവും ഒക്കെയാണ് വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകനായിരുന്ന മന്ത്രിയായിരുന്ന ജി സുധാകരനെതിരെ പ്രയോഗിച്ച ഒരു പദപ്രയോഗം വാക്കുകളാണ് വീണ്ടും അദ്ദേഹത്തിന്റെ തനി സ്വഭാവം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തി, അതായത് വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രകടമാക്കിയിട്ടുണ്ട്. പരനാറി എന്നുള്ള വാക്ക്, നികൃഷ്ടജീവി എന്നുള്ള വാക്ക്, കൊലംകുത്തി എന്നുള്ള വാക്ക് ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ വളരെ സമൂഹത്തിൽ മേന്മയോടെ ജീവിക്കുന്ന ആളുകൾക്കെതിരെ പ്രയോഗിച്ച ചരിത്രം ഉണ്ട്. എം പിക്കെതിരെയും മന്ത്രിക്കെതിരെയും സാമൂഹ്യ നേതാക്കൾക്കെതിരെയും ഒക്കെ അദ്ദേഹം ഇത്തരം പദപ്രയോഗങ്ങൾ, വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. പിന്നെ പ്രവൃത്തികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഉള്ള സ്വഭാവം, അതുപോലെ മൈക്കിനോടുള്ള സ്വഭാവം, ഒരാൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോഴുള്ള സ്വഭാവം, അങ്ങനെ മാധ്യമപ്രവർത്തകരോടുള്ള ചില സമീപനങ്ങൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ബസ്സിൽ, ആഡംബര ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫ്രണ്ടിൽ കരിങ്കൊടി കാണിക്കാനോ മറ്റോ എത്തിയപ്പോഴത്തേക്കും അത് തടഞ്ഞ, അല്ലെങ്കിൽ അതിന്റെ ചെയ്ത ആളുകളുടെ തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ടോ പൂച്ചട്ടി കൊണ്ടോ ഒക്കെ തലയ്ക്കടിച്ചപ്പോഴത്തേക്കും അതൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് ന്യായീകരിക്കുന്ന ഒരു മനോഭാവം, അതൊക്കെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ കൊണ്ട് ആ മനുഷ്യന്റെ തനി സ്വഭാവം എന്താണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ഈ അടുത്തിടെ അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കാണിച്ചപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം കടക്കുപുറത്ത് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് അദ്ദേഹത്തിന്റെ മുഖം മിനുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ഭരണം വളരെ നല്ലതാണ്, അദ്ദേഹം വളരെ മാന്യനാണ്, നല്ലതാണ്, അദ്ദേഹം സൗമ്യനാണ്, ഒട്ടും അഹങ്കാരമില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി, മുഖം മിനുക്കാൻ വേണ്ടിയുള്ള ശ്രമം പല മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്തും, അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സിനിമാ നടന്റെ അടുത്ത് ഇന്റർവ്യൂ കൊടുത്തും ഒക്കെ മുഖം മിനുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ തനി സ്വഭാവം ഇങ്ങനെ പുറത്തു വന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ജി സുധാകരൻ എന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ CPM വിട്ട്, CPM അത്ര നല്ല പാർട്ടിയല്ല, ശ്രീ പിണറായി വിജയന്റെ ഭരണവും നല്ലതല്ല എന്ന് ഉള്ള പരാമർശം വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കാണിക്കേണ്ടി വന്നത്, അല്ല തനി സ്വഭാവം പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് ജി സുധാകരന് തീർച്ചയായിട്ടും കമ്മ്യൂണിസം ഇദ്ദേഹത്തിന്റെ ഒപ്പം അറിയാവുന്ന ഒരാളാണ്. കമ്മ്യൂണിസത്തിന്റെ ക്ലാസ് കേരളത്തിൽ എല്ലായിടത്തും പോയി എടുത്തിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസം പിണറായി വിജയൻ അറിയാവുന്ന പോലെ തന്നെ ജി സുധാകരനും അറിയാം. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ എന്നുള്ള കമ്മ്യൂണിസത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായ, അല്ലെങ്കിൽ അതിന്റെ വിപ്ലവ സമരങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് ജനിച്ചു വന്ന ആളാണ് ജി സുധാകരന്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ ജി സുധാകരനെ പോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ തന്നെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന എനിക്ക് ഓർമ്മയില്ല, മുൻപ് മന്ത്രിയായിരുന്ന ജി സുധാകരന് പാർട്ടിയോട് ഇഷ്ടം കാണിക്കാത്തപ്പോൾ, ശ്രീ പിണറായി വിജയനോട് ഇഷ്ടം കാണിക്കാത്തപ്പോൾ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയന് രോഷമുണ്ടാവും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്ര രോഷം ജി സുധാകരനോട് തോന്നാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന് തുടർഭരണം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. കേരളമൊട്ടാകെ പ്രചരണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം മിനുക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ കൊണ്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുഖം മിനുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ജി സുധാകരന്റെ ഒരു പുറപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടർഭരണം ഒരു പ്രശ്നത്തിലാകുമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ തോന്നി. തീർച്ചയായിട്ടും രോഷമുണ്ടാവും. കാരണം അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ രീതി എന്ന് പറയുന്നത് തുടർഭരണമാണ്. അടുത്ത കാലത്ത് ഉത്തര കൊറിയയിൽ അവിടുത്തെ പ്രസിഡന്റിന് 99.9% വോട്ട് കിട്ടി തുടർഭരണം അദ്ദേഹം ഉറപ്പാക്കി. അതുപോലെ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലും അവിടുത്തെ പ്രസിഡന്റ് രാജീവ് ആനന്ദ് ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തുടർഭരണം ഉറപ്പാക്കുന്നു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ 10-26 കൊല്ലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടത്തി 76% വോട്ടൊക്കെ നേടി തുടർഭരണം ഉറപ്പാക്കുന്നു. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ തുടർഭരണം കിട്ടേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉടലെടുത്തു. അത് അദ്ദേഹം കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണ നേതാക്കളുടെ ഒരു തുടർഭരണം തന്നെയാണ്. അപ്പോൾ ഈ തുടർഭരണം കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നുള്ളതാണ് ഈ രോഷത്തിന് കാരണം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ തുടർഭരണം വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ശ്രീ കെ കരുണാകരൻ 1991 മുഖ്യമന്ത്രി ആയ സമയം മുതൽ അതിനുശേഷമൊക്കെ എനിക്ക് ക്ലിഫ് ഹൗസ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം അന്നത്തെ ക്ലിഫ് ഹൗസ് എന്താണ്, അതിനുശേഷം ഉമ്മൻചാണ്ടി താമസിച്ചപ്പോഴത്തെ ക്ലിഫ് ഹൗസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാം. അപ്പോൾ അടുത്ത കാലത്ത് ശ്രീ പിണറായി വിജയൻ വന്ന ശേഷം ഈ ക്ലിഫ് ഹൗസിന് വീണ്ടും ആഡംബരം കൂട്ടി, അവിടുത്തെ സ്വിമ്മിംഗ് പൂളിന് തന്നെ വീണ്ടും കുറേ ലക്ഷം രൂപ മുടക്കി അത് നവീകരിച്ചു. അവിടെ പശുത്തൊഴുത്തുണ്ടായി, പശുവിന് പാട്ട് വെച്ചു, ലിഫ്റ്റ് വെച്ചു, അതിൻ്റെ ചുറ്റുമതിലൊക്കെ വലിയ വലിയ മതിലാക്കി, വൻമതിലാക്കി. അപ്പോൾ അങ്ങനെ അത്രയധികം ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു ചെറ്റക്കുടിലേക്കോ അല്ലെങ്കിൽ സുധാകരനെ വിശേഷിപ്പിച്ച അതുപോലെയുള്ള ഒരു ആർഭാടമില്ലാത്ത, ആഡംബരമില്ലാത്ത ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്ലിഫ് ഹൗസ് വിട്ടു പോകാൻ വിഷമമുണ്ട്, കാരണം അവിടെ അത്രമേൽ ആർഭാടങ്ങളുണ്ട് സാധാരണ വീട്ടിലേക്ക്. അതുകൊണ്ടാണ് തുടർഭരണം വേണ്ടത്. തുടർഭരണം കിട്ടിയാൽ മാത്രമേ ക്ലിഫ് ഹൗസിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോണേലും മുഖ്യമന്ത്രി ആയിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ മുഖ്യമന്ത്രി പദം ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയവും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും MLA ആയാലും പോകാൻ പറ്റും, പക്ഷെ അത് അദ്ദേഹം അത്ര വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ക്ലിഫ് ഹൗസ് ഒരു പ്രധാന അട്രാക്ഷനാണ്. അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം പരിഹരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.